ഹായ് ഹലോ വെൽക്കം ടു DNA ലേണിംഗ്. ഞാൻ എവ്ലിൻ മേരി ജോസഫ്. May 4th, അതെ, നീറ്റ് 2025. നീറ്റ് ആവുന്നതിന് ഒരു 1-2 ആഴ്ച മുമ്പ് തന്നെ കുട്ടികൾ ചോദിക്കുന്ന ഒരു കോമൺ കാര്യമാണ് നീറ്റിൻ്റെ ഡ്രസ് കോഡ് എന്താണെന്ന്. നീറ്റിന് അതിടാൻ പറ്റുമോ, ഇതിടാൻ പറ്റുമോ, അങ്ങനെ ഓർത്ത് ഭയങ്കര വെറീഡ് ആൻഡ് കൺസേൺഡ് ആണ്. അപ്പോൾ നീറ്റ് ഡ്രസ് കോഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം തന്നെ ഇത്രയും കൺസേൺഡ് ആൻഡ് വെറീഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം ഇത്തവണ NTA പോലും വളരെ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഹെവി വർക്കുള്ള കാര്യങ്ങളൊന്നും ഇടാതിരിക്കുക, ലോങ് സ്ലീവ് ഇടരുത്, കസ്റ്റമറി ആൻഡ് കൾച്ചറൽ ബിലീഫ് ഉള്ളവർ ഒരു 2 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യുക, ഇത്രയും മാത്രമാണ് NTA പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് അക്സെപ്റ്റബിൾ ആയിട്ട് ഇടാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അൺഅക്സെപ്റ്റബിൾ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അക്സെപ്റ്റബിൾ എന്തൊക്കെയാണ്? നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള അധികം വർക്കൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ ഇടാൻ പറ്റും. അൺഅക്സെപ്റ്റബിൾ എന്താണ്? ഭയങ്കര ഹെവി വർക്ക്, ഇങ്ങനെ പ്ലീറ്റുകൾ, ഫ്രില്ലുകൾ, കുറേ എംബ്രോയിഡറി, മിറർ വർക്ക്, സീക്വൻസ്, ഇതൊക്കെയുള്ള കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. കാരണം നമ്മൾ അത്രയും ആർഭാടായിട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മളൊരു എക്സാം എഴുതാനാണ് പോകുന്നത്, അതിൻ്റെ ഒരു ലെവലിൽ ഡ്രസ്സ് ചെയ്യുക. നമ്മൾ സ്കൂളിലൊക്കെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ എങ്ങനെയാണോ പോകുന്നത് ആ ഒരു രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഡ്രസ്സ് ചെയ്യുക. മാക്സിമം പ്ലെയിൻ ആയിട്ടുള്ളൊരു കുർത്തയോ, ഗേൾസ് ആണെങ്കിൽ കുർത്ത, ബോയ്സ് ആണെങ്കിൽ ടീഷർട്ട്, ഗേൾസിനും ടീഷർട്ടൊക്കെ യൂസ് ചെയ്യാം. മാക്സിമം പ്ലെയിൻ ആക്കുക, ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുക, ഫുൾ സ്ലീവ് ഇടാതിരിക്കുക. ഹാഫ് സ്ലീവ് അല്ലെങ്കിൽ ഇതുപോലെ ഹാഫ് സ്ലീവ് അല്ലെങ്കിൽ ഒരു 3/4 ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പാൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെറ്റൽ ബട്ടൺസോ സിപ്പോ ഉള്ള കാര്യങ്ങളൊന്നും ഇടാതിരിക്കുക. കാരണം അത് മെറ്റൽ ഡിറ്റക്ടറിലേക്ക് വെറുതെ ടെൻഷൻ ആക്കണ്ട. അപ്പോൾ ജീൻസ് മാക്സിമം ഒഴിവാക്കുക. പാൻറ്റ്, ലൂസായിട്ടുള്ള പാൻറ്റുകളുണ്ട്, എന്ന് വെച്ചാൽ വലിയ പലാസോ ഫ്ലെയർ ഒക്കെയുള്ള കാര്യങ്ങളല്ല, സ്ട്രെയിറ്റ് കട്ട് പാൻസ് ഉണ്ടാകാം. അല്ലെങ്കിൽ ബോയ്സിനോ ഗേൾസിനോ ഒക്കെ ആണെങ്കിൽ ട്രാക്ക് പാൻസ് അല്ലേ നമ്മൾ കളിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ട്രാക്ക് പാൻസ് യൂസ് ചെയ്യാം. പിന്നെ ചെരുപ്പിൻ്റെ കാര്യം അല്ലെങ്കിൽ ഷൂസ് ഇടാതിരിക്കുക. ഇങ്ങനെ ഫുൾ കവർ ചെയ്തിരിക്കുന്ന ഷൂസ് അത് ഇടാതിരിക്കുക. മാക്സിമം കവർ ചെയ്യാത്ത രീതിയിൽ ലോ ഹീൽസ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം. പിന്നെന്താ പറയാനുള്ളത്? എഴുത്തുകളുള്ളത്, അതായത് കുറേ എഴുത്തുകൾ, വരകൾ, പ്രിൻറ്റുകളുള്ള കാര്യങ്ങൾ, പാൻറ്റായാലും ടോപ്പായാലും എഴുത്തും പ്രിൻ്റൊക്കെ ഉള്ളത് ഒഴിവാക്കുക. പിന്നെ ഇങ്ങനെ കമ്പനിയുടെ പേരൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് മായ്ച്ച് കളയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മാക്സിമം സിമ്പിളാക്കി, കീപ് ഇറ്റ് സിമ്പിൾ, നീറ്റായിട്ട് വെക്കുക നീറ്റിന് നമ്മൾ പോകുമ്പോൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കൾച്ചറൽ അല്ലെങ്കിൽ കസ്റ്റമറി അല്ലെങ്കിൽ ബുർക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാനുള്ളവർ നേരത്തെ നമ്മുടെ ഫോം ഫില്ല് ചെയ്തപ്പോൾ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അവരൊരു 2 hours മുമ്പ് റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അവിടെ ചെന്നിട്ട് അവരത് ഇത്തവണ ഇൻവിജിലേറ്റേഴ്സിനൊക്കെ പ്രത്യേകം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്, കുട്ടികളെ മാനസികമായിട്ട് തളർത്താത്ത രീതിയിൽ ചെയ്യണം. അപ്പം അതൊക്കെ അവർ നല്ല വൃത്തിക്ക് ചെയ്യും. മാക്സിമം നേരത്തെ റിപ്പോർട്ട് ചെയ്യാൻ നോക്കുക അങ്ങനത്തെ കുട്ടികൾ. പിന്നെ കോളറൊക്കെ ഉള്ളത് മാക്സിമം ഒഴിവാക്കുക. റൗണ്ട് നെക്ക് ടീഷർട്ട്സ് ഒക്കെ കിട്ടും, അപ്പോൾ ഹൈ കോളേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാതിരിക്കും. ഒത്തിരി പോക്കറ്റ്സ് ഉള്ളത്, ഈ കാർഗോ പാൻസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒഴിവാക്കുക. മാക്സിമം നിങ്ങളൊരു ഒത്തിരി ഇങ്ങനെ തല പോകേണ്ട, നിങ്ങൾ സിമ്പിളായിട്ട് ഇങ്ങനെ അങ്ങനത്തെ പറ്റും ഇങ്ങനത്തെ പറ്റും ആലോചിക്കത്, സിമ്പിളായിട്ട് എങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ അത്രയും സിമ്പിളാക്കി വെക്കുക. പ്ലെയിൻ വിത്തൗട്ട് എനി ഡിസൈൻസ്, പ്രിൻസ് അങ്ങനത്തെ കാര്യങ്ങൾ ലൂസായിട്ട് ഉള്ള കാര്യങ്ങൾ ഇടുക. ഡ്രസ്സിന് ഓർത്ത് ഒത്തിരി കൺസേൺഡ് ആവേണ്ട, നിങ്ങൾ നോർമലായിട്ട് ഡ്രസ്സ് ചെയ്ത് പോയാൽ മതി. ഒരുപാട് ആർഭാടം കാണിച്ച് കല്യാണത്തിന് പോകുന്ന പോലെ പോകാതിരിക്കുക. അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. മാക്സിമം നേരത്തെ നമ്മുടെ സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യുക, ടെൻഷൻ അടിക്കാതിരിക്കുക, വെറുതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ട് പോയി പണി വാങ്ങാതിരിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ നീറ്റ് 2025. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പോയിട്ട് എക്സാം എഴുതാം. ബൈ.